ഗവർണർക്കെതിരെയുള്ള എസ്.എഫ്.ഐയുടെ പ്രതിഷേധം തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി എസ്.എഫ്.ഐയുടെ ഭാഗത്തു നിന്നും ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടക്കുന്ന സാഹചര്യമാണ്. അതേസമയം തന്നെ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന എസ്.എഫ്.ഐ പ്രവർത്തകരെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം ജീപ്പിലിട്ട് മർദ്ദിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളുമായി എസ്.എഫ്.ഐ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഗവർണറുടെ നിലപാടിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച സ്വാഭാവികമായും എല്ലാ സമയത്തും സ്വീകരിക്കുന്ന അതേ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിനെല്ലാം തന്നെ അല്പം ശമനം വന്നിരിക്കുകയായിരുന്നു. കാരണം ഗവർണർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം ഗവർണർ തിരിച്ച് കേരളത്തിലെത്തിയ സാഹചര്യത്തിൽ വീണ്ടും ഗവർണർ എവിടെയെല്ലാം ഇറങ്ങുകയാണ് അവിടെയെല്ലാം തന്നെ പ്രതിഷേധിക്കുമെന്നുള്ള എസ്.എഫ്.ഐ മുൻപേ സൂചിപ്പിച്ചിട്ടുള്ള ആ വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ എസ്.എഫ്.ഐ ഉയർത്തിപ്പിടിക്കുന്നത്. ആ വെല്ലുവിളി സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഗവർണർ സഞ്ചരിക്കുന്ന എല്ലാ വഴികളും എസ്.എഫ്.ഐയുടെ പ്രതിഷേധം തന്നെയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് പ്രതിഷേധം ശക്തമായ രീതിയിലുള്ളത്. പാലക്കാട് വെച്ചുകൊണ്ട് ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. അതിനുശേഷം തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജ് റോഡുകളിൽ വെച്ച് ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നു. ഇന്നും ഇരിഞ്ഞാലക്കുടയിൽ വെച്ച് ശക്തമായ രീതിയിൽ എസ്.എഫ്.ഐയുടെ ഭാഗത്തു നിന്നും ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം എന്ന് പറയുന്ന ആ വലിയ രീതിയിലുള്ള സമരം അത് രാവിലെ മുതൽ തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഗവർണർ എസ്.എഫ്.ഐ പ്രശ്നം എന്ന് ചോദിക്കുന്ന സാഹചര്യത്തിൽ അവിടെ സംഭവിക്കുന്നത് ഗവർണറും എസ്.എഫ്.ഐ പ്രവർത്തകരും തമ്മിൽ തന്നെയാണോ നേരിട്ട് ഏറ്റുമുട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും എസ്.എഫ്.ഐയുടെ നയങ്ങൾ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരർത്ഥത്തിൽ നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ആശയങ്ങൾ തന്നെയാണ് എസ്.എഫ്.ഐയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം തന്നെ ഇന്ന് ഇരിഞ്ഞാലക്കുടയിൽ പ്രതിഷേധിക്കാനെത്തിയ എസ്.എഫ്.ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ആദ്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 4 എസ്.എഫ്.ഐ പ്രവർത്തകരെയാണ്. പക്ഷേ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് 4 എസ്.എഫ്.ഐ പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം പിന്നീട് 20ഓളം എസ്.എഫ്.ഐ പ്രവർത്തകരാണ് ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് പോലീസ് അറിയാതെ തന്നെ ബാക്കി 20ഓളം എസ്.എഫ്.ഐ പ്രവർത്തകർ അവരുടെ പ്രതിഷേധിക്കാനായി സന്നദ്ധരായി നിൽക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പിന്നീട് ഈ 20ഓളം എസ്.എഫ്.ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. അതിൽ തന്നെ 2 വനിതകൾ കൂടിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഗവർണറുടെ തീരുമാനത്തിലോ ഗവർണറുടെ നയത്തിലോ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയം. അതായത് ഈ സർക്കാർ ഗവർണർ പോര് എന്ന് പറയുന്നത് പോലെ തന്നെ എസ്.എഫ്.ഐ ഗവർണർ പോരാട്ടം എന്നതും ഒരു വലിയ ഒരു തുടർക്കഥയായി തന്നെ മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് ആശയങ്ങൾ അല്ലെങ്കിൽ 2 നയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല വിഷയങ്ങളും ഗവർണർക്കെതിരെ തുറന്ന ഒരു തിരിച്ചടി തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ഈ ക്യാമ്പസുകളിലൂടെ കാവ്യവൽക്കരണം എന്ന വിഷയത്തിൽ അതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ നേരിട്ടൊരു പ്രതിഷേധത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ ആ ആശയം അത്തരമൊരു വാദം ഉള്ളത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ പലപ്പോഴായി ശരിവെക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഗോവിന്ദൻ മാഷിന്റെ ഭാഗത്താണ് നിന്നാണെങ്കിൽ പോലും ഒരു മൗന അനുമതി, അതായത് യഥാർത്ഥത്തിൽ കാവ്യവൽക്കരണം നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള മൗന അനുമതിയെല്ലാം തന്നെ CPM സംസ്ഥാന അധ്യക്ഷൻ ഗോവിന്ദൻ മാഷിന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ വരുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദങ്ങളെല്ലാം തന്നെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതേസമയം തന്നെ എസ്.എഫ്.ഐ ആണെങ്കിൽ ഗവർണർ യാതൊരു തരത്തിലും അതൊരു വിദ്യാർത്ഥികളുടെ പോരാട്ടമാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ ഇവിടെ നൽകുന്നില്ല എന്നുള്ളത് മറ്റൊരു സവിശേഷത തന്നെയാണ്. ഗവർണർ ആണെങ്കിൽ തിരിച്ചും ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആദ്യം ഇത്തരമൊരു പ്രതിഷേധത്തിന് മുന്നിലേക്ക് ഗവർണർ അടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നയങ്ങളെല്ലാം തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അത്തരത്തിൽ വലിയ തരത്തിലേക്ക് ഗവർണർ ആണെങ്കിലും എസ്.എഫ്.ഐ വിദ്യാർത്ഥികളാണെങ്കിലും വലിയ തരത്തിലേക്ക് അടുക്കുന്ന സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ ഈ ഗവർണറും എസ്.എഫ്.ഐ തമ്മിലുള്ള പോരാട്ടം മാറ്റി നിർത്തി കഴിഞ്ഞുകൊണ്ട് ഗവർണറുടെ ബാക്കി സ്വീകാര്യത കൂടി പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ വലിയ തരത്തിലുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്നും ഗവർണറുടെ തള്ളിക്കൊണ്ടുവരുന്ന ഒരു നിലപാട് അത് രൂക്ഷമായി തന്നെ വരുന്ന സാഹചര്യമാണ്. ഗവർണർക്ക് പ്രിയപ്പെട്ട ചിലവരെ സെനറ്റ് അംഗങ്ങളായോ അല്ലെങ്കിൽ സെർച്ച് കമ്മിറ്റിയിലേക്കെല്ലാം തന്നെ നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെതിരെ വലിയ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഇന്നലെ പോലും ഗവർണറുടെ നയങ്ങളെല്ലാം തന്നെ കാർഷിക സർവകലാശാലയിൽ നിന്നും തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലാണെങ്കിലും ഗവർണർ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഗവർണറുടെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും എസ്.എഫ്.ഐയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അല്ലെങ്കിൽ എസ്.എഫ്.ഐയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു അത്തരമൊരു നീക്കം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അതായത് ഗവർണർക്കെതിരെ കെട്ടിത്തൂക്കിയ ബാനറുകളെല്ലാം തന്നെ അഴിച്ചു മാറ്റണം എന്നുള്ളതായിരുന്നു ഗവർണറുടെ ആവശ്യം എന്ന് പറയുന്നത്. പക്ഷേ
സർവകലാശാലയിലെ ആളുകൾ അതിനുള്ള അധികാരം തങ്ങൾക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു. അതായത് ഒരു നിഷേധാത്മക നിലപാട് തന്നെയാണ് പ്രത്യക്ഷത്തിൽ ഗവർണർക്കെതിരെ സർവകലാശാലയിൽ നിന്നും ഉണ്ടാകുന്നതെന്നുള്ളതാണ്. മറ്റ് വിഷയങ്ങൾ എന്ന് പറയുന്നത് VC വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ഒരിടത്താണെങ്കിൽ ഗവർണറുടെ നിലപാടുകൾ മാത്രം അനുസരിക്കുന്ന ഒരു വ്യക്തി, മറ്റൊരിടത്താണെങ്കിൽ ഗവർണറുടെ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാത്ത, അതായത് ഗവർണറുടെ പരിപാടികളിലേക്ക് പോലും എത്തിച്ചേരാത്ത വൈസ് ചാൻസലർ, അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഗവർണർ വിഷയം വലിയ തരത്തിൽ തന്നെ വലിയ പുകച്ചിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം അന്ന് ജന്തർ മന്ദറിൽ ഉണ്ടാവുകയും ആ സാഹചര്യത്തിൽ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗവർണർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ ഉയർന്നു വരുന്ന മറ്റൊരു വാദം എന്ന് പറയുന്നത് ഗവർണർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പദവി തന്നെയാണ്. അത്തരം ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ നിരന്തരമായ ഒരു പ്രതിഷേധം വരുന്ന സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് വരുന്ന ഒരു വലിയ തരത്തിലുള്ള ഒരു ചോദ്യം അവിടെ പ്രസക്തമാകുന്നുണ്ട്. അതേസമയം തന്നെ ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്ന വലിയൊരു അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ക്യാമ്പസുകളിൽ. അപ്പോൾ ക്യാമ്പസുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്തരം ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു കാവ്യവൽക്കരണവും രാഷ്ട്രീയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങളെ കുത്തിത്തിരിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്ന തരത്തിലുള്ള, അതായത് ഇരുവരുടെയും ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പ്രസക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പക്ഷേ അത്തരമൊരു ഈ ഒരു വിഷയത്തെ നയതന്ത്രപരമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ അത്തരമൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ തന്നെ ഒരു രാഷ്ട്രീയ നേട്ടം തന്നെയായാണ് ഇതിനെ കാണേണ്ടത്. കാരണം എന്തുകൊണ്ട് സർക്കാർ മൗനം പാലിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഉത്തരം സർക്കാർ യഥാർത്ഥത്തിൽ ഗവർണർക്ക് എതിരെ ഇത്തരമൊരു പ്രതിഷേധത്തിന് താല്പര്യരാണ്, അല്ലെങ്കിൽ തങ്ങൾക്ക് പറയാനുള്ളത് തന്നെയാണ് തങ്ങൾ SFI എന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെ പറയുന്നതും എന്ന് തന്നെയാണ്. അത്തരമൊരു നീക്കം തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള മൗനങ്ങളെല്ലാം തന്നെ കാണിച്ചു തരുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം പലപ്പോഴും അതായത് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട ബില്ലുകൾ പോലും ഗവർണർ പിടിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ രാഷ്ട്രപതിയുടെ കയ്യിലുമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് നേരിട്ടിറങ്ങിക്കൊണ്ട് ഗവർണർക്കെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ആകെയുള്ളൊരു അവസരം എന്ന് പറയുന്നത് ആകെ ലഭിക്കുന്ന ചില വേദികൾ മാത്രമാണ്. ആ സാഹചര്യത്തിൽ ഇരുകൂട്ടരും തങ്ങൾക്ക് ലഭിക്കുന്ന വേദികളെല്ലാം തന്നെ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ ഉന്നയിക്കാറുണ്ട്. പക്ഷേ അതേസമയം തന്നെ SFI എന്ന് പറയുന്ന സംഘടന അവർ തീർച്ചയായിട്ടും അവരുടെ പ്രതിഷേധം അവർ റോഡിൽ ഇറങ്ങിക്കൊണ്ട് കാണിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ അത് വലിയ രീതിയിലുള്ള ഒരുപക്ഷെ അത് ജനാധിപത്യപരമായിട്ടുള്ള വലിയൊരു ലംഘനമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഭരണഘടന വിരുദ്ധമായിട്ടുള്ളൊരു മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം പ്രതിഷേധിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ജനാധിപത്യപരമായിട്ട് എല്ലാവർക്കും അവകാശപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതേസമയം തന്നെ ഗവർണർ പദവിയെ ഇങ്ങനെ നിരന്തരമായി ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അത് തീർത്തും അരാഷ്ട്രീയമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് നയിക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത്തരം ഒരു പോസിബിലിറ്റി കൂടി അതിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വ്യക്തമായ, അതായത് നയതന്ത്രപരമായ ഒരു ഇടപെടൽ വേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. കാരണം 2024 എപ്പോഴും പറയുന്ന പോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു പക്ഷേ ദിവസങ്ങളെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഗവർണർ SFI പോരാട്ടം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ടത്ര രീതിയിൽ വോട്ടാക്കി മാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ളത് വലിയൊരു വാസ്തവം തന്നെയാണ്. കാരണം ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണർക്ക് ഇപ്പോൾ ഇത്തരമൊരു പോരാട്ടം വഴി തന്നെ ഗവർണർക്കൊരു വലിയ രീതിയിലുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ അത്തരം ഒരു വോട്ടിന്റെ ഒരു വിഭജനം കൂടി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാർ നയങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്, ശക്തമായ പോരാട്ടമാണ്. അതേസമയം തന്നെ ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിലൂടെയെല്ലാം ഇറങ്ങിയ സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇടയിലൂടെ ഇറങ്ങി ചെന്ന സാഹചര്യത്തിലെല്ലാം തന്നെ ഗവർണർക്ക് ജയിലിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു പാർട്ടിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഗവർണർക്ക് അനുകൂലമായ ചില നിലപാടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരത്തെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കൊരു പ്രതിപക്ഷമായി മാറാനായിട്ട് ഗവർണർക്ക് മുൻപേ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കൊരു പ്രതിപക്ഷമായി ഗവർണർ മാറുന്ന സാഹചര്യത്തിൽ അത് യഥാർത്ഥത്തിൽ അനുകൂലമായി വരുന്നത് കേന്ദ്ര സർക്കാരിനാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ പോരാട്ടത്തെ വേണ്ടത്ര ഗൗരവത്തോടെ എടുത്തില്ല എങ്കിൽ അത് ഒരുപക്ഷെ സർക്കാരിന് വിചാരിക്കുന്ന അത്ര തന്നെ ഒരു പരിഗണന ലഭിക്കാനുള്ള സാഹചര്യമില്ല. മാത്രമല്ല സർക്കാരിന് ലഭിക്കാവുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ഒരു പക്ഷേ BJPക്ക് ലഭിക്കരുത് എന്ന് സർക്കാരും അതുപോലെ തന്നെ
നാട്ടിൽ പ്രതിപക്ഷവും കരുതുന്ന വോട്ടുകൾ ഒരു പക്ഷേ സ്പ്ലിറ്റായി പോകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നയതന്ത്രപരമായ ഒരു തീരുമാനമുണ്ടാകണം. അതും പ്രത്യേകിച്ച് ഇലക്ഷൻ അടുക്കുന്നതിന് മുൻപേ തന്നെ വേണം എന്നുള്ളത് തന്നെയാണ്.